ഇനി പ്രവാസ ലോകത്തെ വാർത്തകളാണ്. സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് പ്രവാസികൾ അയച്ച പണത്തിൽ വൻ വർധന. ഏപ്രിലിൽ രേഖപ്പെടുത്തിയത് 16% വർധനയാണ്. സൗദി അറേബ്യയിലെ പ്രവാസികൾ കഴിഞ്ഞ ഏപ്രിലിൽ സ്വദേശങ്ങളിലേക്ക് അയച്ചത് 1465 കോടി റിയാൽ. സൗദി സെൻട്രൽ ബാങ്കാണ് കണക്കുകൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ പ്രവാസി പണത്തിൽ 16% ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തൊട്ടു മുമ്പത്തെ മാസമായ മാർച്ചിലെ കണക്കുകളുമായി ഒത്തുനോക്കുമ്പോൾ കഴിഞ്ഞ ഏപ്രിലിൽ വിദേശികളുടെ പണമയക്കൽ 13% കുറഞ്ഞു. മാർച്ചിൽ അയച്ചതിനേക്കാൾ 230 കോടി റിയാലിന്റെ കുറവാണ് ഏപ്രിലിലുണ്ടായത്. മുൻവർഷത്തെ ഏപ്രിലിനെ അപേക്ഷിച്ച് സ്വദേശികൾ വിദേശത്തേക്ക് പണമയക്കുന്നതിൽ 1% നേരിയ കുറവുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള ഇഖാം GPT എന്ന സ്മാർട്ട് സംഭാഷണ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച് ദുബായ്. സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സ്മാർട്ട് പിന്തുണ നൽകുന്നതിനുമായി ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള സംഭാഷണ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച് ദുബായ് GDRFA. ഇഖാം GPT എന്നാണ് പ്ലാറ്റ്ഫോമിന് പേര് നൽകിയിരിക്കുന്നത്. ജനറൽ ഡയറക്ടറേറ്റിന്റെ ഡിജിറ്റൽ സർവീസസ് സെക്ടറിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ഈ സംവിധാനം ജീവനക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ജനറേറ്റീവ് AI അധിഷ്ഠിതമായ ആദ്യ ആഭ്യന്തര പ്ലാറ്റ്ഫോമാണ്. ദുബായ് എമിറേറ്റിലെ വിവിധങ്ങളായ വിസ ഇമിഗ്രേഷൻ സേവന നടപടികൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് GDRFA. ഡിജിറ്റൽ പരിവർത്തനത്തിന് കൂടുതൽ വേഗം നൽകുന്നതിനും ഭാവി സാങ്കേതിക വിദ്യകൾക്കായുള്ള സ്ഥാപനത്തിന്റെ സജ്ജത ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അവരുടെ ദൈനംദിന ജോലികൾ കൂടുതൽ കാര്യക്ഷമമായി നിർവഹിക്കാൻ സഹായിക്കുന്ന നിരവധി സൗകര്യങ്ങൾ പ്ലാറ്റ്ഫോമിലുണ്ട്. വിവിധ വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക, രേഖകളും ഉള്ളടക്കങ്ങളും തയ്യാറാക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, സാങ്കേതിക നയപരമായ ഉള്ളടക്കങ്ങൾ ലളിതമാക്കുക, അറബിക് ഇംഗ്ലീഷ് ദ്വിഭാഷാ ഉള്ളടക്കങ്ങൾക്ക് പിന്തുണ നൽകുക തുടങ്ങിയ സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയിൽ വാണിജ്യ നിയമലംഘനങ്ങൾക്കെതിരെ പരിശോധന കർശനമാക്കി. നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴയും തടവും ഉൾപ്പെടെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം നടത്തിയ പരിശോധനകളിൽ ബിനാമി ബിസിനസ് ഉൾപ്പെടെ 135 സംശയാസ്പദ കേസുകളാണ് അധികൃതർ കണ്ടെത്തിയത്. പിടിയിലായവർക്കെതിരെ കനത്ത പിഴയും തടവും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ബിനാമി കച്ചവടങ്ങൾ ഇല്ലാതാക്കാനായി രൂപീകരിച്ച ആന്റി കൺസീൽമെന്റ് പ്രോഗ്രാമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. ശീതീകരിച്ച മാംസം, കോഴി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനശാലകൾ, വാഹന സ്പെയർ പാർട്സ് വ്യാപാര കേന്ദ്രങ്ങൾ, താമസ കെട്ടിട നിർമ്മാണ മേഖല, ട്രാൻസ്പോർട്ട്, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമായും പരിശോധന. ആന്റി കൊമേഴ്സ്യൽ കൺസീൽമെന്റ് നിയമപ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 5 വർഷം വരെ തടവും 50 ലക്ഷം സൗദി റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. കൂടാതെ നിയമവിരുദ്ധമായി സമ്പാദിച്ച വരുമാനം കണ്ടുകെട്ടുകയും ചെയ്യും. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ, കൊമേഴ്സ്യൽ രജിസ്ട്രേഷൻ റദ്ദാക്കൽ, വ്യാപാര വിലക്ക്, കുടിശ്ശികയുള്ള നികുതി ഈടാക്കൽ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.